ഞാൻ ഇന്നലെ അങ്ങാടിക്ക് പോകുമ്പോൾ ഒരു വണ്ടിയിൽ ക്യാരറ്റ് വിളിച്ചുകൊണ്ട് പോകുന്നു 4 കിലോ 100, 4 കിലോ 100 അപ്പം ഞാനങ്ങ് 2 കിലോ വാങ്ങി. നിങ്ങളെല്ലാവരും ക്യാരറ്റ് കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടാവും, അലുവ ഉണ്ടാക്കിയിട്ടുണ്ടാവും, ജാം ഉണ്ടാക്കിയിട്ടുണ്ടാവും. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് നല്ല സ്പെഷ്യലായിട്ട് അടിപൊളി ഒരു ലഡുവാണ്. ലഡു ഉണ്ടാക്കിയിട്ടുണ്ടാവില്ലല്ലോ നിങ്ങൾ? നമുക്കിന്ന് ക്യാരറ്റ് കൊണ്ട് സിമ്പിളായിട്ട് ലഡു ഉണ്ടാക്കാൻ പോവാണ്. ഇനി അതെങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം. ഞാൻ ക്യാരറ്റ് ഒരു പാത്രത്തിലേക്ക് കൊട്ടി കൊടുക്കുകയാണ്. നമ്മൾ ഈ വണ്ടിയിലൊക്കെ പോണ ക്യാരറ്റ് വാങ്ങുമ്പോഴേ ഇതങ്ങനത്തെ ക്യാരറ്റാണ് കിട്ടുക, ഒന്ന് മുറിഞ്ഞതൊക്കെ. പക്ഷേ ഇതിൻ്റെ വാലും തലയൊക്കെ മുറിച്ചാൽ നല്ല അടിപൊളി ക്യാരറ്റായിരിക്കും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഇത്ര നല്ല ക്യാരറ്റ് കിട്ടില്ല. പുതിയ ക്യാരറ്റാണ്, കണ്ടില്ലേ? പറിച്ചിരിക്കണ മൂടാണിത്. അപ്പം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഞാനിപ്പോൾ 1 കിലോ ക്യാരറ്റ് അളവാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ അതിൻ്റെ വാലും തലയൊക്കെ മുറിച്ച് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇത് നമുക്കൊന്ന് തോലൊന്ന് ചെത്തിയെടുക്കാം. ഇതില്ലെങ്കിൽ കത്തി കൊണ്ട് വെറുതെ ഒന്ന് ചിരണ്ടി കളഞ്ഞാലും മതി കേട്ടോ മക്കളെ. ഇത് തന്നെ വേണമെന്നൊന്നുമില്ല. ഇത് ഇരിക്കുന്നത് കൊണ്ട് ഞാൻ പിന്നെ ചെത്താണ് മാത്രം, കണ്ടില്ല? അപ്പം ഇതൊക്കെ തോലൊക്കെ ചെത്തി മാന്തി എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇത് നമുക്കിനി ഒന്ന് ചിരണ്ടി എടുക്കണം. ഏറ്റവും ചെറിയ ഫീലിൽ വേണം ചിരണ്ടി എടുക്കാൻ കേട്ടോ. ഇതാ ഇതിട്ടിങ്ങനെ ചിരകിയെടുക്കാം. നമുക്കിനി ഇതൊക്കെ ചെറുതായിട്ട് ചിരകിയെടുക്കാം. അങ്ങനെ എല്ലാതും ചിരണ്ടി കഴിഞ്ഞ് ഇത് നമ്മുടെ ലാസ്റ്റ് ചിരണ്ടലാണ്. ഇത് ഇങ്ങനെ ചിരണ്ടുമ്പോൾ കൈയൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ മക്കളെ, അല്ലെങ്കിൽ കയ്യും കൂടി ചിരണ്ടി പോവേ. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിത് ഇതേപോലെ ഒരു പാത്രമാണ് അടുപ്പത്ത് വെക്കുന്നത്. ഇനി ചട്ടി ഒന്ന് ചൂടായി വരട്ടെ. ചട്ടി ചൂടായ 2 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക. നെയ്യൊന്ന് ഉരുകി വന്നാൽ കുറച്ച് മുന്തിരി ഇട്ട് വീർപ്പിച്ചെടുക്കുക. ഈ മുന്തിരി ബലൂൺ വീർത്ത പോലെ വീർത്തങ്ങോട്ട് വരണം കേട്ടോ മക്കളെ. ഈ മുന്തിരിക്ക് പകരം അണ്ടിപ്പരിപ്പിട്ടാലും കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ മുന്തിരിയൊക്കെ നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇനി നമുക്ക് ഈ നെയ്യിൽ തന്നെ നമ്മൾ ഉരതിയെടുത്ത ക്യാരറ്റിനെ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വഴണ്ട് വരട്ടെ കേട്ടോ. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി വഴണ്ട് വെന്ത് വരട്ടെ. കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അതില്ലെങ്കിൽ ഒരു സൈഡ് വേകും, ഒരു സൈഡ് വേവില്ല. 2 സൈഡ് ഒപ്പം വേകണമെങ്കിൽ നമ്മൾ കൈ വിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതുണ്ടാക്കുമ്പോൾ മീഡിയം ലെവലിൽ തീയെ വെക്കാൻ പാടുള്ള, അതില്ലെങ്കിൽ അടി കരിഞ്ഞു പോവും, വേഗത്തില്ല കേട്ടോ. ഇത് കണ്ടില്ലേ മക്കളെ? നമ്മുടെ ക്യാരറ്റൊക്കെ ഒന്ന് വഴണ്ട് അതിൻ്റെ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ സമയത്ത് 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഒന്നുകൂടി നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഈ തേങ്ങ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. തേങ്ങ ഇട്ടാൽ ഒന്നുകൂടി നമുക്ക് ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് തേങ്ങ ഇല്ല വെച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കാതിരിക്കണ്ട. തേങ്ങ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിർബന്ധമില്ല. അങ്ങനെ തേങ്ങയൊക്കെ ഇട്ട് ഇളക്കി നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിതിൽ 1 കപ്പ് പഞ്ചസാരയാണ് ഇടുന്നത്. നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. എന്താ വെച്ചാൽ ക്യാരറ്റിൽ ചെറിയ മധുരം ഉള്ളതല്ലേ, അതിനനുസരിച്ച് മധുരം ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം, ഒരു മണത്തിന് വേണ്ടിയിട്ട്. ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് വരട്ടെ കേട്ടോ. തേങ്ങയൊക്കെ ആ ക്യാരറ്റിൻ്റെ കളറ് തേങ്ങയില പിടിച്ച്
തേങ്ങയൊക്കെ കളർ മാറിയിരിക്കണണ്ടില്ലേ? ഇത് കണ്ടില്ലേ മക്കളെ, നമ്മുടെ പഞ്ചസാരയൊക്കെ ഉരുകി ഇളകി വന്നിട്ടുണ്ട്. ഞാനിതിൽ പാലൊന്നും ഒഴിച്ചു കൊടുക്കണില്ല. പാലിന് പകരം ഞാൻ 2-3 ടേബിൾ സ്പൂണ് മിൽക്ക് മേഡാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് നല്ല ടേസ്റ്റും ഉണ്ടാവും. ഇനിയിപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി ഇതിൻ്റെ വെള്ളവും പഞ്ചസാരയുടെ വെള്ളമൊക്കെ വറ്റി നല്ല ഒന്ന് ഡ്രൈ ആയി നമുക്ക് ഉരുട്ടിയെടുക്കണ പരുവത്തിലാക്കി എടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ നന്നായിട്ട് ഇളക്കുമ്പോൾ നമ്മുടെ ക്യാരറ്റിൻ്റെ ഉള്ളിലൊക്കെ മധുരമൊക്കെ ഇങ്ങനെ കയറി നല്ല ടേസ്റ്റും മധുരം ഉണ്ടാവും കഴിക്കുമ്പോൾ കേട്ടോ. അപ്പം നമ്മുടെ ക്യാരറ്റിൻ്റെ ലഡു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ക്യാരറ്റ് വെന്ത് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് കോരിയെടുക്കാം. ഇതിവിടെ ഇരിക്കട്ടെ, ചൂടാറട്ടെ. മക്കളെ, ഇത് എടുത്ത ഉടനെ ചൂടോടെ ഉരുട്ടാൻ നിൽക്കരുത്, കൈക്ക് പണി കിട്ടും. നമുക്ക് കൈക്ക് പിടിക്കാൻ മാത്രമുള്ള ചൂടാറിയതിന് ശേഷം വേണം ഉരുട്ടിയെടുക്കാൻ. മക്കളെ, നമ്മുടെ ലഡു കൈക്ക് പിടിക്കാൻ മാത്രമുള്ള ചൂട് വന്നിട്ടുള്ളൂ. ഇനി നമുക്ക് ആദ്യം കയ്യിൽ ഇച്ചിരി നെയ്യ് പുരട്ടാം. എന്നിട്ട് ഇത് ഉരുട്ടിയെടുക്കാം. ഇങ്ങനെ നെയ്യ് പുരട്ടുമ്പോൾ കയ്യിൽ ഒട്ടൂല കേട്ടോ. ഇത് കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് ഉരുണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ നമ്മൾ പൊരിച്ച് വെച്ച മുന്തിരി വെച്ച് കൊടുക്കാം. അപ്പോൾ ലഡു പോലെ ആയി. ഇനി എല്ലാതെ നമുക്ക് ഇതേപോലെ ഉരുട്ടിയെടുക്കാം. ചൂട്, അടിയിൽ ചൂടുണ്ടേ. അങ്ങനെ മക്കളെ, നമ്മുടെ ക്യാരറ്റ് കൊണ്ടുള്ള ലഡു അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം മക്കളെ, ഇത്രയേ ഉള്ളൂ പണി. എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫോളോ ചെയ്യാനും കൂടി മറക്കരുത് മക്കളെ.